കേരള നിയമസഭ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ശക്തമായ പ്രതിപക്ഷമില്ല എന്ന് തന്നെ തോന്നും. കാരണം ഇപ്പൊ 2 മാസത്തോളമായി സർക്കാർ യുഡിഎഫ് സർക്കാർ ഭരണമേൽക്കുന്നു. അതിനുശേഷം സഭ കൂടിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തേക്കാളിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായി എത്തി നിൽക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു വിഷയത്തെ പറ്റിയും പിണറായി വിജയൻ കൃത്യമായി എടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാക്കാനോ പോലും സാധിക്കുന്നില്ല. അതിന്റെ അവസാന പാത്രമായിട്ടാണ് കഴിഞ്ഞ ദിവസം സഭ അവസാനിക്കുന്ന ഒരു സമയത്ത് ബാലഗോപാൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് നിന്ന് പിണറായി വിജയനെ നോക്കി ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, വാ തുറന്ന് സംസാരിക്കണം എന്ന് വരെ എത്തി നിൽക്കുന്നത്. ശരിക്കും എന്താണ് നമ്മുടെ ഈ ഒരു പ്രതിപക്ഷത്തിന് സംഭവിക്കുന്നത്? ഈ ഭരണപക്ഷത്തിന്റെ പദ്ധതികൾ പറയാനുള്ള നാവായിട്ട് അങ്ങനെ മാറപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ല, എനിക്കത് അങ്ങനെ തോന്നിയില്ല. രണ്ട് തരത്തിലാണ് തോന്നിയത്. ഒന്ന്, കേരളത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ല. കാരണം ഉം. ഇപ്പം നമുക്ക് പ്രതിപക്ഷ നേതാവാരാ? പിണറായി പിണറായി വിജയനാണ്. വിജയൻ. പിണറായി വിജയൻ വിഷയം പഠിക്കുകയോ? പഠിക്കില്ല. ഒന്നിൽ പഠിക്കുന്ന ഒരു ടീം അദ്ദേഹത്തിന് കൂടെ വേണം. അത്തരത്തിൽ കേരളത്തിൻ്റെ എന്താണ് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനായിട്ടുള്ളൊരു സംവിധാനം അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹത്തിന് ഉപനേതാവാണ് ബാലഗോപാൽ. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഒരു ചക്കളത്തി പോരാട്ടമുണ്ട്. കാരണം പിണറായി വിജയൻ ആയില്ലേ. നേരത്തെ എല്ലാവരും ധരിച്ചിരുന്നത് പിണറായി വിജയൻ ഇത്രയും പ്രായമായി, അതുകൊണ്ട് റെസ്റ്റ് എടുക്കും, ആ ഉം. റെസ്റ്റ് എടുത്ത ബാലഗോപാലൻ പ്രതിപക്ഷ നേതാവും. അങ്ങനെയാണ് ബാലഗോപാലിന് വിഷയം പഠിച്ചിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ബാലഗോപാലിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയങ്ങളും അദ്ദേഹത്തിന് പഠിക്കാൻ സാധ്യമല്ല. കാരണം പഠിച്ചാൽ അദ്ദേഹത്തിന് അത് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ സാധ്യമല്ല. ആ കാര്യങ്ങളൊക്കെ ഈ പറയാറുണ്ട്, ഈ പശു പച്ചപ്പുല്ല് കഴിച്ച മാതിരി എന്നൊക്കെ പറയാറുണ്ട്. ഉം. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കടിയടിക്കും ആരെ? പിണറായി വിജയൻ. അതോടെ അതിൻ്റെ കച്ചവടം തീർന്നു. ഇപ്പോൾ നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ, കരിമണൽ വിഷയത്തിലായാലും കൊള്ളാം, മദ്യനയത്തിൻ്റെ വിഷയത്തിലായാലും കൊള്ളാം, വിദ്യാഭ്യാസാദി കാര്യങ്ങളിലായാലും കൊള്ളാം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് തൊട്ട് അയിത്തമാക്കുന്നൊരു പ്രവർത്തനം, ആ പ്രവർത്തനമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒരു വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് വരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് പഴയ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനായിട്ടുള്ള വ്യത്യാസം. വി ഡി സതീശൻ്റെ വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടുള്ളതിലൊക്കെ മനസ്സിലാവുന്നത്, അദ്ദേഹം കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ എൻ്റെ ഒരു മറുപക്ഷി എനിക്കുള്ളത്, ഒരിക്കലും മന്ത്രിസഭയെക്കുറിച്ച് ഇന്നിപ്പോൾ പ്രതിപക്ഷം ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രതിപക്ഷം എന്നാൽ എന്താണ് എന്നുള്ളവർ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയനോ കൂടുതലുള്ള 34 പേർക്കും അറിഞ്ഞുകൂടാ. പ്രതിപക്ഷം ഉം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന സംവിധാനം മാത്രം ആയിരിക്കരുത്. സർക്കാരിനെ കൂടി വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നയപരിപാടികൾ ആസൂത്രണം ചെയ്ത് ഉം. അവതരിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളാണ് പ്രതിപക്ഷം. ഇന്നിപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷം ഒന്നുമില്ല. കേരളത്തിൽ പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ, എങ്ങനെയാണ് ഭരണകക്ഷി നടപ്പിൽ വരുത്താൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക? അങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നവരല്ല പ്രതിപക്ഷം. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ പക്ഷത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം, ഒരു മറുപക്ഷം എന്നാണ് ഉദ്ദേശം. പ്രതിപക്ഷമാണത്. ആ പ്രതിപക്ഷം വിഷയങ്ങൾ, ഇപ്പൊ സർക്കാർ വിഴിഞ്ഞ പദ്ധതി കൊണ്ടുവരുന്നു. ആ വിഴിഞ്ഞ പദ്ധതി പഠിക്കണം ഇവര്. ഉം. കാരണം ഇവര് പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്നതല്ലേ. ആ ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇവര് സബ്ജക്ട്സ് പഠിക്കുകയും അതിനെ സംബന്ധിക്കുന്ന കൃത്യമായുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഇവർക്ക് അതിനകത്ത് ഇവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുക. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇവർ ധരിക്കുന്നത് ഞങ്ങൾ എതിർക്കണം. അപ്പോൾ വിഴിഞ്ഞ മദ്യം ആരെ കൊണ്ടുവന്നേ? പിണറായി വിജയൻ കൊണ്ടുവന്ന്. ഇപ്പം ആരാ ഉം. എതിർക്കുന്നത്? പിണറായി വിജയനെ എതിർക്കുന്നു. അല്ലെങ്കിൽ മറ്റേ മദ്യനയം ആരെ കൊണ്ടുവന്നേ? പിണറായി വിജയൻ കൊണ്ടുവന്നു. ഇപ്പം ആരാ എതിർക്കുന്നത്? പിണറായി വിജയനെ എതിർക്കുന്നു. എന്ന് വെച്ചാൽ ഇവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന പരിപാടിയെ സംബന്ധിച്ച് 3 മാസക്കാലം കഴിയുന്ന സമയത്തിന് ഇതിന് മറക്കുന്നൊരു സ്വഭാവം, അത് പിണറായി വിജയനും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണകക്ഷിയെ കണ്ണടച്ച് എതിർക്കുന്നവരായിരിക്കരുത്. അവർ ഈ നാടിൻ്റെ വികസനത്തിൽ ആക്കാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അങ്ങനെ വികസനത്തിൽ ആക്കാക്കി പ്രവർത്തിക്കാൻ ഒരിക്കലും പിണറായി വിജയന് സാധ്യമല്ല. ഈ പിണറായി വിജയൻ അതുപോലെ തന്നെ അവരുടെ ഇരിക്കുന്ന 34 അംഗങ്ങൾക്കുള്ള പ്രധാന വെല്ലുവിളിയും ഇത് തന്നെയല്ലേ. ഇപ്പൊ PM-ശ്രീ ആണെങ്കിലും ഞങ്ങൾ ഒപ്പിട്ട് തള്ളിയതാണ്. ഒപ്പിട്ടാൽ എങ്ങനെയാണ് തള്ളുന്നത്? ഇങ്ങോട്ട് വന്നോട്ടെ അല്ലെങ്കിൽ PM-ശ്രീ അംഗീകരിച്ചുകൊണ്ടാണ് ആ ഒപ്പ് ശിവൻകുട്ടി ഇട്ടത്. ആ ഒപ്പിട്ട് തള്ളിയതാണ്. അത് വി.ഡി. സതീശൻ ഏറ്റെടുത്തു. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി ആദ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. അത് ഞങ്ങളുടെ ദീർഘവീക്ഷണമാണെന്ന് പറഞ്ഞ പിണറായി വിജയനാണ് അടുത്ത ദിവസം സഭയിൽ വന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്നതും. ദേശാഭിമാനി പത്രത്തിൽ ആദ്യം ഞങ്ങളുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്ന ലേഖനം ഒറ്റ ദിവസം കൊണ്ട് മാറി അതിലെ ഈ പദ്ധതികളിലെ ആശങ്കകളെ പറ്റി എഴുതി. അപ്പോൾ പൊതുവെ ഈ പിണറായി വിജയന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ല, അതിന് സംസാരിച്ചാൽ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഒന്ന് PM ശ്രീ പദ്ധതി നല്ല എക്സാമ്പിൾ അതാണ്.
എന്താണ് PM ശ്രീ പദ്ധതി എന്നുള്ളവരും ശിവൻകുട്ടിക്ക് അറിയില്ല. കാരണം ഞാൻ ശിവൻകുട്ടിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നത്തെ ഭരണകക്ഷിയിൽ പലരും മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേകതയുള്ളത്. ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PM ശ്രീ പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ PM ശ്രീ പദ്ധതിയിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പടം വച്ചാൽ തന്നെ എന്താ തരാറുള്ളത്? ഇപ്പം ഞാൻ വേറൊന്ന് പറയട്ടെ, ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് നടപ്പിലിരിക്കുന്ന സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടല്ലോ. അതിൽ ഇന്ദിരാഗാന്ധിയുടെ പടമില്ലേ? ഇന്ദിരാഗാന്ധിയുടെ പടം ഉണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് ഒരു ബാനർ ബോർഡൊക്കെ വെച്ചത്. അങ്ങനെ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ പടം വെച്ച് ഒരു മരിച്ചുപോയ ഒരാളുടെ ദീർഘകാലത്തിന് മുമ്പായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവായിരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാപക എന്ന് പറയണം കേട്ടോ, കോൺഗ്രസിന്റെ സ്ഥാപികയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ, ഞാൻ സ്ഥാപക എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ കോൺഗ്രസ് തുടങ്ങിയത് 1969 അതിനുമുമ്പ് ആ പഴയ കോൺഗ്രസ് അല്ല ഇത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇന്ദിരാ കോൺഗ്രസിന്റെ സ്ഥാപകയായിരിക്കുന്ന പ്രിയദർശിനിയുടെ പേരിൽ ഈ പറയുന്ന സൗജന്യ യാത്ര കൊടുക്കുന്ന ചിത്രം വയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ചിത്രം വയ്ക്കാതിരിക്കുന്നൊന്നും പുതിയ കാര്യമൊന്നുമല്ല, പുതിയ കാര്യങ്ങളാണ്. അതിന് കാരണം നരേന്ദ്രമോദി സർക്കാർ അതിന്റെ പേരില്ല. നരേന്ദ്രമോദി സർക്കാരല്ലായിരുന്നെങ്കിൽ ചിത്രം വയ്ക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. ഇവര് പലരും പേരിൽ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പഴയ കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ ചിത്രം വെച്ചിട്ടില്ലേ? ആ മനുഷ്യന്റെ പേരിൽ എറണാകുളത്തടക്കം വലിയ സ്റ്റേഡിയം വെച്ചിട്ടില്ലേ? ഈ സ്റ്റേഡിയമൊക്കെ ആരുടെ പണം കൊണ്ടാ? കുടുംബത്തിൽ നിന്ന് കൊണ്ടൊന്നുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള PM ശ്രീ പദ്ധതിയെ സംബന്ധിക്കുന്ന വ്യക്തമായുള്ള ധാരണയില്ല. അന്ധമായിട്ടുള്ള BJP വിരോധം, അന്ധമായുള്ള ഹൈന്ദവ വിരോധം. ഹിന്ദുക്കൾക്കെതിരാണ് ഇവര്. ഈ രണ്ട് മുന്നണികൾ ഹിന്ദുക്കൾക്കെതിരാണ്. അന്ധമായുള്ള ഹിന്ദു വിരോധം, അതിൻ്റെ പേരിലാണ് ഇവർ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി തന്നെ നല്ല എക്സാമ്പിൾ എടുത്ത് നോക്കൂ. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിക്കുന്ന ഇപ്പം ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല, എങ്ങനെ നടപ്പിൽ വരുത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെ നടപ്പിൽ വരുത്താലും കേരളത്തെ സംബന്ധിക്കുന്ന, കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ശ്രേയസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. കേരളത്തെ ഏറ്റവും വലിയൊരു സെൻറ്ററായിട്ട് വരുത്തുകയാണ്, ഏറ്റവും വലിയ പോർട്ടായിട്ട് കേരളം മാറുകയാണ്. അങ്ങനെയുള്ള മാറേണ്ട കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് അന്ധമായിട്ട് ഇന്നലെ വരെ ഇതിനെ പിന്താങ്ങിയിരിക്കുന്ന ആളുകൾ ഇന്നത്തെ സർക്കാരിനെ വിമർശിക്കുന്നതിനകത്ത് ഒരു ന്യായമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊന്ന്. രണ്ടാമത്തേത് രണ്ടിനെ സംബന്ധിച്ചും ബാധകമാണ്. ഇന്ന് ഭരിക്കുന്നവരെ സംബന്ധിച്ചും ബാധകമാണ്. അവർ ഈ വിഷയങ്ങളൊക്കെ പഠിക്കണം, അവരും പഠിക്കേണ്ടതാണ്. ശരിക്ക് സബ്ജക്ട്സ് പഠിക്കണം, അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളത് പഠിക്കണം. അങ്ങനെ ഭരിക്കാനായിട്ട് വരുന്ന ആരാണെങ്കിലും, VD സതീശനായിക്കൊള്ളട്ടെ, പിണറായി വിജയനായിക്കൊള്ളട്ടെ, ആര് മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു 6 മാസം ഒരു ഗ്രേസ് പീരീഡ് അവർക്ക് ആവശ്യമാണ്. ആ 6 മാസം കൊണ്ട് അവർ നൈപരിപാടികൾ തീരുമാനിക്കട്ടെ. അന്ധമായിട്ട് അവർ കയറിയിട്ട് അവർ ഭരിക്കാൻ അനുവദിക്കാതെ കണ്ടിരുന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരള ജനതയ്ക്കാണ്. കേരളത്തിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരിക്കാൻ അനുവദിക്കില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെയും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, തനിക്ക് പ്രധാനമന്ത്രിയാണെന്നുള്ള ഉദ്ദേശമാണ്. ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രശ്നം. ഇങ്ങനെ ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ലല്ലോ. അത് UK നടക്കുന്നില്ലല്ലോ, US നടക്കുന്നില്ലല്ലോ, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നില്ലല്ലോ, ഇറ്റലിയിൽ നടക്കുന്നില്ലല്ലോ, ഒരു രാജ്യത്തും നടക്കുന്നില്ല. ഇത് നടക്കുന്നത് കേവലം ഇന്ത്യയിൽ മാത്രമാണ്. കാരണം ഇന്ത്യയിൽ പ്രതിപക്ഷ സംവിധാനം എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നടപടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനതിന് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, 1971 കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം ഉണ്ടായി. ആ യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ദിരാഗാന്ധി ആദ്യം പോയ എവിടേക്കാന്ന് അറിയാമോ? പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്കാണ്. അന്നത്തെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആണ്. വാജ്പേയിയെ കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് പിന്തുണ വേണം നിങ്ങളുടെ. അദ്ദേഹം പിന്തുണ കൊടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, കക്ഷി രാഷ്ട്രീയം മറന്ന് മുഴുവൻ ആളുകളും പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയെ പിന്താങ്ങാൻ വേണ്ടി തയ്യാറാവണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഏത് തരത്തിലാണോ മറ്റേ ഭാരതീയ പുരാണങ്ങളിൽ പറയുന്ന ദുർഗയ്ക്ക് എല്ലാ ദേവീ ദേവന്മാരും അവർ ആയുധങ്ങൾ കൊടുത്തത്, സമാനമായ രീതിയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഭാരതത്തിലെ എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് പിന്താങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം ഇന്ത്യൻ പാർലമെന്റിൽ UN പോയി സംസാരിച്ചത് അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാരണം രാഷ്ട്രീയം ഒരു വശമാണ്, നാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നാടിൻ്റെ വികസനത്തിനും പ്രാധാന്യം കൊടുക്കാൻ സാധിക്കണം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളം ഭരിക്കുന്ന ആളുകളും കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഓരോ പരിപാടികളും നടപ്പിൽ വരുത്തുന്ന സമയത്ത് അവർ കൂട്ടായിട്ടുള്ള പ്രമേയം എതിരൊക്കെ പാസ്സാക്കിയിരിക്കുന്നത്. അവിടെ കൂട്ടായിട്ടുള്ള പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ മദിനി വിട്ടു വരണം എന്നുള്ള കാര്യത്തിലെ, ഏത് കാര്യത്തിലെ മദിനി? അവിടെ LK അദ്വാനി പോലെ ഉള്ള ആളുകൾ കൊല്ലാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ അയാൾ നടത്തിയിരിക്കുന്ന ചില കൊള്ളരായ്മകളുടെ പേരിൽ അയാളിപ്പോൾ അവിടെ ബാംഗ്ലൂർ മറ്റേ അഗ്രഹാരത്തിൽ ജയിലിൽ കിടക്കുക, അഗ്രഹാര ജയിലിൽ.
അങ്ങനെയുള്ള മതിനെ മോചിപ്പിക്കണം എന്നല്ല, അല്ലാതെ കണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഈ പറയുന്ന ഭരണകക്ഷിയോ പ്രതിപക്ഷമോ സംയുക്തമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ പ്രമേയം അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. ഈ നാടിൻ്റെ വികസനം ആവശ്യമാണ്. കേരളം വികസിക്കണം. സാമ്പത്തിക രംഗത്ത്, വ്യവസായ രംഗത്ത്, കാർഷിക രംഗത്ത്, വാണിജ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഈ രംഗത്തൊക്കെ കേരളം വികസിക്കണം എന്നുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയായിരിക്കുന്ന ഒരു ചിന്താധാര വളർത്തിയെടുക്കേണ്ട ആവശ്യമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്നിപ്പോൾ 78-80 വയസ്സ് കഴിഞ്ഞിട്ട് നടക്കാൻ പോലും പാടില്ലാത്ത പിണറായി വിജയനെ കൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുണ്ടെങ്കിൽ ബാലഗോപാലിന് ഈ വാക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. അല്ല, ആ. ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തിലും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി, അതുപോലെ തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇവരോട് ആരോടും ഇതുവരെ അങ്ങനെ ഒരാള് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കൂ, അല്ലെങ്കിൽ ഇത് താൻ എന്തിനാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രസ്താവന കേട്ടിട്ടില്ല. ഒന്നാമത് കോൺഗ്രസിലാണ് ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകളും അടികളും കൂടുതലായിട്ടുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പിണറായി വിജയനാണ് തലവൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും. ഇങ്ങനെ ഒരു ചട്ടത്തിൽ നിന്ന് ആ ഒരു വീഡിയോ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. ഇത് ബാലഗോപാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഓരോ കേസുകളായിട്ട് പുറത്തേക്ക് വരുവാണല്ലോ. ഈ കേസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ പിണറായി വിജയൻ ഇങ്ങനെ ആയിപ്പോയത്? അല്ല, ഏതാണെങ്കിലും പിണറായി വിജയന് ഇത്തരത്തിൽ പ്രാപ്തിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ വസ്തുത ബാലഗോപാലിന് തിരിച്ചറിയാം. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പിണറായി വിജയൻ്റെ മെക്കെട്ട് കയറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഏറ്റവും സാമാന്യ നിലയ്ക്ക് മാന്യമായി സംസാരിക്കുന്ന ബാലഗോപാൽ പോലും ഇയാളുടെ തലക്കിട്ട് അടി കൊടുക്കാൻ തീരുമാനിച്ചത് ഈ പറയുന്ന ചിന്തയുടെ പേരിലാണ്. അത് ഇനിയുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.